പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, എന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്ത, ദൈവത്തിന്റെ സാന്നിധ്യമല്ലാത്ത എല്ലാ സാന്നിധ്യങ്ങളും എല്ലാ അരൂപികളും വിട്ടുമാറിപ്പോകാൻ വേണ്ടി കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിനും വിടുതലിനും വിമോചനത്തിനും വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മള് ആഭിചാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഓരോ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അനേകം പേര് ലോകത്തെ നാനാഭാഗത്തിൽ നിന്നും അച്ഛനെ വിളിച്ചു അവരുടെ കുടുംബം നേരിടുന്ന പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലെ അച്ഛൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട അനുഭവത്തിൽ നിന്ന് പലരും പങ്കുവയ്ക്കാനിടയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടണം. ഇനി ഒരു കാര്യം കൂടെ അച്ഛൻ പറയാനുള്ളത്, നമ്മൾ അതിനനുസരിച്ച് കൂദാശയിൽ ജീവിക്കണം. കർത്താവിനെ കൂടെ നിർത്തണം. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ആത്മീയ പോരാട്ടം അതിശക്തമാണെന്ന്. ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി, വശീകരണ യന്ത്രങ്ങള്, ജിന്നിന്റെ ശക്തികള്, ഒത്തിരിയേറെ തിന്മയുടെ പ്രവൃത്തികള്, നശിപ്പിക്കുന്ന നശീകരണ യന്ത്രങ്ങള്, ഇതൊക്കെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മീഡിയയിലൂടെ, മറ്റു പല മേഖലകളിലൂടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തെ കൂടെ നിർത്തി, അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കണം. ദൈവം പറഞ്ഞ പോലെ ജീവിക്കണം. അതിനുവേണ്ടി സഹിക്കണം, അതിനുവേണ്ടി ക്ഷമിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി കൂദാശകൾ പരിക്രമം ചെയ്യണം. ഇന്ന് കഷ്ടമെന്ന് പറയട്ടെ, വിളിക്കുന്ന പലർക്കും അവരുടെ മക്കൾക്ക് ഇതില്ല, ഈ പറഞ്ഞ ജീവിതമില്ല, ജീവിത പങ്കാളിക്ക് ജീവിതമില്ല. ആ വിളിക്കുന്ന ആൾക്കുണ്ട്, ആൾക്ക് പോലും ശരിക്കുണ്ടോ എന്ന് സംശയ. ഇന്നലെ ഒരു പെൺകുട്ടി അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അവൾക്ക് ഒരേ കാര്യം അവിടെ പറഞ്ഞു, അവിടെ പോയി പ്രാർത്ഥിച്ചു, ഇവിടെ പോയി പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി എടുത്തു, യുവദാസയിലെടുത്ത് എല്ലാം വ്യാഴാഴ്ച പോവും, ഉടമ്പടി പലവട്ടം എടുത്തു, ഒന്നും നടന്നില്ല. പ്രായമേറി, കല്യാണം നടന്നില്ല, ജോലി കിട്ടിയില്ല, എല്ലാം കൊണ്ട് ഫ്ലോപ്പായി. ഡിപ്രഷനിലൊക്കെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു മടുത്തു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഇന്നത്തെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ധ്യാനങ്ങളും പ്രാർത്ഥനയും കൺവെൻഷനുകളും ഒക്കെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഓടിപ്പാച്ചലും ഉടമ്പടിയും മറ്റു നൊവേനകളൊക്കെ ആയിട്ട് മാറിപ്പോയി. കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ പരാജയപ്പെട്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ദിവസങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കണം, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. കർത്താവ്, നിങ്ങളൊന്ന് പറ, കർത്താവ് ശരിക്കും കൂടെ നിന്ന് യുദ്ധം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ശക്തിക്ക് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമോ? ആഭിചാരോ, മന്ത്രവാദ, കൂടോത്രോ, ഏത് വശീകരണ യന്ത്രങ്ങളോ, ഏത് ഹലാലോ, ഒരു പിശാചിനും. ഞാൻ പറയും, ഹലാല് ഭക്ഷണമൊക്കെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കി അരൂപിയെ ബഹിഷ്കരിച്ച് സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം. ആ ശക്തി നമുക്ക് വേണം. കർത്താവിന്റെ സാന്നിധ്യത്തിന് ഞാൻ പറയണ കുറെ പറയാനുണ്ട്. ഞാൻ എടുക്കുന്ന ബോഡിയിലെ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മള് ചിന്തിക്കുന്ന ഒരു വലിയൊരു മേഖല, നമ്മുടെ കുടുംബത്തിലുള്ള ഭിന്നതയുടെ അരൂപികളെ, ശക്തികളെ നമ്മൾ നിർവീര്യമാക്കും. ഭിന്നത ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നോക്കുമ്പോ ഭയങ്കര ഭിന്നതയാണ്. ഇത് തലമുറകളിലൂടെ, പാരമ്പര്യത്തിലൂടെ കടന്നു. ഇന്നലെ അമ്മച്ചി പറയണം, അമ്മച്ചിയുടെ ജീവിതം ഡൈവോഴ്സാണ്, വേർപെട്ട് താമസിക്കുകയാണ്, ഭർത്താവ് വേർപെട്ട് താമസിക്കുന്നു. ഇപ്പൊ അതേ സ്പിരിറ്റ് മോള്
വിദേശത്ത് വലിയ ജോലിയാണ്, ഇപ്പോ വേർപെട്ട് കഴിയുന്ന അവസ്ഥ. അങ്ങനെ ഒത്തിരി ഇതൊന്നല്ലോ, ഒത്തിരി കേസ്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഭിന്നതയുടെ അരൂപി, അല്ലെങ്കിൽ കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ ഭിന്നത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നത, മാതാപിതാക്കളും മക്കൾ തമ്മിൽ ഭിന്നത, അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഭിന്നത. അങ്ങനെ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുമ്പോ ഈ ഭിന്നതയുടെ അരൂപി അച്ഛൻ പറയാറില്ലേ, നമ്മുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നുവോ ഗലാത്യ 6:7-8 പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പ്രിയപ്പെട്ടവരെ, വിതയ്ക്കാണ് വിറപ്പ്, ഭിന്നത, ഡൈവോഴ്സ്, അനുസരണമില്ലാത്ത മക്കള്, അപ്പനെ അമ്മേനെ വിട്ട് പടിയിറങ്ങിപ്പോയി കണ്ടവന്മാരെ കെട്ടുന്ന മക്കള്, അങ്ങനെ ജീവിക്കുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു വിത്തിന്റെ വിതയ്ക്കലുണ്ട്. വ്യാമോഹം വേണ്ട, നിങ്ങൾ വിതച്ചത് കൊയ്യും. നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞില്ലേ, പലതും വിതച്ചിട്ട് കിടക്കും. അതിലൊരു വലിയ മേഖലയാണ് ഭിന്നത. കുടുംബത്തിൽ സ്നേഹമില്ല, കുടുംബത്തിൽ ഐക്യമില്ല. എന്നാ ബാക്കി എല്ലാവരും സ്നേഹിക്കും, അയൽക്കാരെ സ്നേഹിക്കും, നാട്ടുകാരെ മക്കളെ സ്നേഹിക്കും, കൂട്ടുകാരെ മക്കളെ സ്നേഹിക്കും, സ്വന്തം മക്കളെ സ്നേഹിക്കത്തില്ല. കണ്ട അപ്പം വെറുപ്പ്, വാശി ഒന്ന് പ്രോത്സാഹിപ്പിക്കത്തില്ല. അവർ തമ്മിൽ ഭിന്നത, ഒരു ഭിന്നത. ഞാനിന്ന് ഒത്തിരി കുടുംബങ്ങൾ കണ്ട കാര്യമാണ് ഭിന്നത. കുടുംബത്തിലെ സ്നേഹം ഐക്യം, മക്കൾ കറങ്ങാൻ പോവാ, കണ്ടവന്റെ പിന്നാലെ പോവാ. എന്തുകൊണ്ടാ? കുടുംബത്തിലൊരു സ്നേഹം ഐക്യമില്ല, അവിഹിത ബന്ധം, ദാമ്പത്യ അവിശ്വസ്തത, ഇങ്ങനെ പല മേഖലകൾ. ഈ ഭിന്നതയുടെ ഒരു വലിയൊരു പൈശാചിക ശക്തി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ ഒത്തിരി അകറ്റിയിട്ടുണ്ട്. ആ ഒരു സ്പിരിറ്റും അവിതയ്ക്കപ്പെട്ട വിത്തും ഇന്ന് നമ്മുടെ കുടുംബത്തില് ഒത്തിരി ശക്തമാണ്. പിന്നെ ഒരു കാര്യം എടുത്തോ, വിതയ്ക്കുന്ന അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, വീണ്ടും ആവർത്തിച്ച് പറയണ്, വിതയ്ക്കുന്നത് ഒരു വിത്താണെങ്കിൽ കൊയ്യുന്നത് നെല്ലൊക്കെ നമുക്കറിയാലോ. ഒരു നെൽമണി വിതച്ചാൽ അത് കൊയ്യുമ്പോ ഒരു കതിർ നിറയെ നെൽമണികൾ, കാറ്റ് വിതച്ച് കൊടും കാറ്റ് കൊയ്യുന്ന അവസ്ഥ. അതൊരു പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്ന ഭിന്നത, വഴക്ക്, അകൽച്ച, ഡൈവോഴ്സ്, വിവാഹമോചനം, അതോടൊപ്പം തന്നെ അനുസരണക്കേട്, സഹോദരന്മാർ തമ്മിലുള്ള വൈരാഗ്യം, എതിർപ്പുകൾ, ഇങ്ങനെയുള്ള ഈ വെറുപ്പിന്റെ ഭിന്നതയുടെ ശക്തികളെ, അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് സഹിച്ച് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ക്ഷമിച്ച് കരുണ കാണിച്ച് പ്രാർത്ഥിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു ഐക്യത്തിന്റെ ആത്മാവ് നിറയണം. ഈശോ അതിനുവേണ്ടി പ്രാർത്ഥിച്ച യോഹന്നാൻ 17 പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവര് നമ്മിൽ ഒന്നായിരിക്കും. നമ്മളെ കുടുംബം ഒന്നായിരിക്കും. നമ്മുടെ കർത്താവിന്റെ കർത്താവിന്റെ ഹിതമാണത്. കുടുംബം ഒന്നായിരിക്കണം. അതിനുവേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മിൽ നിറയട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വിവാഹമോചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും. മനുഷ്യൻ ഒരിക്കലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത്. ദൈവത്തിന്റെ ഹിതം അത്. എന്ത് വില കൊടുത്തു വേർപെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹത്തിന്റെ ശക്തി, ക്ഷമയുടെ ശക്തി, സഹനത്തിന്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ നിറയണം. പിന്നെ പ്രശ്നങ്ങളൊക്കെ വരും. ഞാൻ ഇതിന്റെ കൊച്ചിനോട് പറയായിരുന്നു, നമ്മുടെ ജീവിതം ഈ പ്രകൃതി പോലെയാണ്. മഴ വരും, കാറ്റ് വരും, ചൂട് വരും, മഞ്ഞ് വരും, പല കാലാവസ്ഥ വരും. എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. സഹനങ്ങൾ വരും, സന്തോഷം വരും, ദുഃഖം വരും, നിരാശ വരും, പേടി വരും, ധൈര്യം വരും, വിജയം വരും, തോൽവി വരും, സമ്പത്ത് വരും, ദാരിദ്ര്യം വരും. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ഒരേ രീതിയിലൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. എപ്പോഴും ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും സഹനമൊന്നും ഉണ്ടാവില്ല. ഇത് മാറി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മീയമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതവസ്ഥയിലും ഐക്യത്തില്, സ്നേഹത്തില്, ക്ഷമിച്ച് സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന വലിയൊരു അഭിഷേക ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഭിന്നതയുടെ രൂപിയെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോ ഒരു ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ ക്ഷുദ്രശക്തിക്കോ തൊടാൻ പറ്റില്ല. ലോക പാപ പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചെറുകിൻ മറവിലാണ് ഞാൻ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, അങ്ങയുടെ വിശ്വാസം നിറയട്ടെ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈ ഭിന്നതയുടെ ആത്മാക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവിനെ നിറച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും
ഐക്യത്തിൽ നോർത്തക്ക് എല്ലാവരും ഐക്യത്തിൽ സ്നേഹിച്ച് ക്ഷമിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നൊരു അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസരണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഓർക്കുന്നുണ്ട്. അനേകം പേര് കാണാനൊക്കെ വേണ്ടി വിളിക്കുന്നത് നിങ്ങൾക്കറിയാലോ മക്കളെ. റൂട്ടം കാര്യങ്ങളാണ് ഇവിടുത്തെ ശുശ്രൂഷകള്, നമ്മുടെ ധ്യാനകേന്ദ്രത്തിനെ കുറിച്ച് പണികള്, അതോടൊപ്പം തന്നെ പല വെഞ്ചിരിപ്പുകള് പലരും കാണാൻ വരുന്നു. ഒന്നും എല്ലാവരും കാണാനും കേൾക്കാനൊന്നും പറ്റണില്ല കേട്ടോ. പറ്റാഞ്ഞിട്ടാണ്. ഒരു വിഷമം തോന്നരുത്. പ്രത്യേകം നമുക്ക് ശുശ്രൂഷ പങ്കെടുക്കാം. നമ്മൾ അടുത്ത മാസം പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാണ്. ഡിസംബർ മാസത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ഏത് മേഖലയിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമ്മൾ എന്തായാലും ശക്തമായി മുന്നോട്ട് പ്രാർത്ഥനയിലൂടെ തന്നെ പോകും. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ശുശ്രൂഷ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അനേക മക്കളിലേക്ക് എത്തുവാൻ അത് കാരണമായിട്ട് മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ജീവന്റെ സമൃദ്ധി നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്, അങ്ങാണ് കുടുംബം നൽകിയത്, അങ്ങാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങയുടെ വലിയ മനസ്സാണല്ലോ കർത്താവേ ഞങ്ങളെല്ലാവരും ഏക മനസ്സോടെ ഐക്യത്തില് ജീവിക്കണം എന്നുള്ളത്. ഞങ്ങളുടെ കുടുംബത്തില് സംഭവിച്ചു പോയ വെറുപ്പ്, ഭിന്നത, വഴക്ക്, വിവാഹമോചനം, അനുസരണക്കേട്, കുടുംബം വിട്ട് പടിയിറങ്ങിപ്പോയ മക്കള്, ഭിന്നതയുടെ അരൂപികള്, അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക ശക്തികള്, വെറുപ്പിന്റെ അരൂപി, കലഹത്തിന്റെ അരൂപി, ഭിന്നതയുടെ അരൂപി, വാശി, മിണ്ടാതെ നടക്കുന്ന അവസ്ഥകള്, കർത്താവേ ഇതെല്ലാം അങ്ങയുടെ ഹൃദയത്തെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ക്ഷമയും അങ്ങയുടെ ഐക്യവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈശോ, അങ്ങ് പിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി ഇപ്പോൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ബന്ധങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കും മക്കളെ, മാതാപിതാക്കളെ സമർപ്പിക്കും മക്കളെ, സഹോദരങ്ങളെ സമർപ്പിക്കും മക്കളെ, അമ്മായിയമ്മയെ സമർപ്പിക്കുക, മരുമക്കളെ സമർപ്പിക്കുക. കർത്താവിന്റെ വലിയ മനസ്സറിഞ്ഞ് കർത്താവിന്റെ വലിയ പ്രാർത്ഥനയാ. കർത്താവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവര് നമ്മിൽ ഒന്നായിരിക്കണം. കർത്താവിന് ഒന്നായിരിക്കാനുള്ള കർത്താവിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒരു ഇടയനും ഒരാട്ടിടയനും ചെറുകൻ കീഴിൽ കുഞ്ഞുങ്ങൾ എന്ന പോലെ കർത്താവിന് ചെറുകൻ കീഴിൽ ഒരുമയോടെ നിൽക്കുന്ന കുടുംബം ഈശോയെ അങ്ങയുടെ വലിയ ആഗ്രഹമാണല്ലോ. അതിന് വിരുദ്ധമായിട്ട് വെറുപ്പിന്റെ പിശാചി കയറി, ഭിന്നതയുടെ പിശാചി കയറി ഒന്ന് ക്ഷമിക്കാനോ സഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒരു അനുരഞ്ജനപ്പെടാനോ കരുണ കാണിക്കാനോ പറ്റാത്ത വിധത്തില് കർത്താവെ പൈശാചിക ശക്തികൾ ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, ബന്ധങ്ങളെ ശിഥിലമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികരിലൂടെ, ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ, ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ, ഞങ്ങളിലൂടെ തന്നെ കടന്നു വന്ന ഈ ഭിന്നതയുടെ അരൂപികളെ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കി കർത്താവെ ഞങ്ങളുടെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് കുടുംബത്തോട് സ്നേഹമില്ല, കർത്താവേ ഒരൈക്യമില്ല. വഴിവിട്ട് പോകുന്ന മക്കള് വീട് വിട്ട് കണ്ണിക്കണ്ടവന്റെ പിന്നാലെ പോകുന്നു, കൂട്ടുകൂടി പോകുന്നു. കുടുംബത്തില് സ്നേഹമില്ല, ഐക്യമില്ല, ഭിന്നത, വെറുപ്പ്, വാശി. കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന മക്കള്, മക്കളെ ചേർത്ത് പിടിക്കാത്ത മാതാപിതാക്കള്, ഒരു പ്രോത്സാഹന വാക്ക് പറയില്ല, എന്തിനും ഏതിനും കുറ്റപ്പെടുത്തി ശപിച്ച് പ്രാഗി തള്ളുന്ന മക്കള്, മാതാപിതാക്കള്, അമ്മായിയപ്പ, അമ്മായിയമ്മ, മരുമക്കള്, സഹോദരങ്ങള്, നാത്തൂന്മാര്. ഈശോയേ, വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ. ഈ സമയം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. സ്നേഹത്തിന്റെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്, സഹനശക്തിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബങ്ങളില്
ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷ കരങ്ങൾ ഉയർത്തി വലിയൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഈ സമയം വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്നേഹത്തിന്റെ ആത്മാവ്, സഹന ശക്തിയുടെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ് ഞങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. അങ്ങനെ വെറുപ്പിന്റെ, ഭിന്നതയുടെ, കലഹത്തിന്റെ, വിവാഹ മോചനത്തിന്റെ, അനുസരണക്കേടിന്റെ, വാശിയുടെ, കലഹത്തിന്റെ എല്ലാ രൂപികളും യേശുവിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പ്രാർത്ഥിക്കും മക്കളെ, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരെയും സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കലഹത്തിന്റെയും ഭിന്നതയുടെ അരൂപികൾ നിർവീര്യമാക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കട്ടെ. വലിയൊരു കൂട്ടായ്മ, വലിയൊരു ഐക്യം, ഒരു സ്നേഹബന്ധം നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് ആ വലിയ ശക്തി നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും പ്രകടമാകാനും പ്രവഹിക്കാനും വേണ്ടി ഒരു ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, നിങ്ങളുടെ വരങ്ങൾ ചിന്തിക്കൊണ്ട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവിനെ നിറച്ച് എല്ലാ ഭിന്നതയുടെ കലഹത്തിന്റെയും ആത്മാവിനെ ബഹിഷ്കരിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശക്തി ഒഴുകട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ. ക്ഷമിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന, ആരാധന ഈശോയെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആ ഹൃദയത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ, ആർദ്രതയുടെ അഭിഷേകം നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്നാക്കണമേ, ഐക്യപ്പെടുത്തണമേ. എല്ലാ ഭിന്നതയും കലഹത്തിന്റെയും ശക്തികൾ നിർവീര്യമാക്കപ്പെടട്ടെ. വിവാഹമോചനത്തിന് വക്കി നിൽക്കുന്ന മക്കൾ ഈ സ്നേഹത്തിൽ ഐക്യപ്പെടട്ടെ, കുടുംബങ്ങൾ ഐക്യപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആമേൻ.